ഛർദിക്കാൻ അമ്മയുണ്ട്. ഇന്നലെ ആയിരുന്നല്ലേ? മതി മതി ചേച്ചി ഒന്ന് വന്നേ. മതി ചേട്ടാ, അവിടെ വീടെത്തി. വാ. എന്താണ് ഈ പണിക്ക് പോയ മനുഷ്യനെ എന്തിനാണ് നീ ഇങ്ങനെ കുടിപ്പിക്കണത്? കുടിച്ചല്ല നാള്, അല്ലാതെ രാവിലെ മുതലേ ഛർദിക്കണെന്ന് 4 പ്രാവശ്യം ഛർദിച്ച്. എന്താണ് ആൾക്ക് സുഖമില്ല, പാടില്ല, ഛർദിലായിരുന്നു. കക്കൂസ് പോണം. എന്നാ ചെല്ലി ഡ്രസ് ഉണ്ടോ? എന്തോ കുഴപ്പമുണ്ട്, ആളെ ആശുപത്രി കൊണ്ടോ നോക്ക്. എന്ത് നടന്നോ അങ്ങോട്ട്? ചേച്ചി ഞാൻ പോട്ടെ. അയ്യോ എടാ പോലെ എടാ, ആ കിണറ്റിന്ന് കുറച്ച് വെള്ളം കോരിയിട്ട് അങ്ങോട്ട് കൊടുത്തേക്ക്. മോട്ടർ കേടാണ്. ഞാനാ? ഇനിയിപ്പ ഇത് എന്ത് വന്നാണെന്നാവോ? ലാബിൽ ചെക്ക് ചെയ്തല്ല അല്ലേ? ആ ഡോക്ടറെ. ആർട്ടക്കിൽ തന്നെയല്ലേ പോയത്? ആ. എങ്ങനെയുണ്ട് സുധി? ഇപ്പൊ രാവിലെ വരുമ്പോഴുള്ളതിലും ആശ്വാസം ഉണ്ടോ? ഛർദിക്കാൻ വരവോ വയറ്റിൽ നിന്നൊക്കെ ഇപ്പൊ തോന്നണ്ടോ? അല്ല, ഈ ലാബിൽ ഇരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു അസ്വസ്ഥതയൊക്കെ പറഞ്ഞു, ഛർദിക്കാൻ വന്നതൊക്കെ പറഞ്ഞു. ഛർദിച്ചില്ല. കക്കൂസ് പോണെന്ന് തോന്നും, ഒക്കെ പോണ്ട. ഓക്കെ, നോക്കാം നമുക്ക് റിസൾട്ട് ഒന്ന് നോക്കട്ടെ. ഇത് ഞാൻ സംശയിച്ചത് തന്നെയല്ല. എന്താ? ഇതേ ഹെപ്പറ്റൈറ്റിസ് എ ആണ്. ബിൽറൂബിന്റെ അളവ് കൂടുതലാണ്. അയ്യോ, ഇപ്പൊ ഓപ്പറേഷൻ വേണം ഡോക്ടറെ. ഇങ്ങനെ അച്ഛനില്ല, എന്റെ അമ്മായിച്ചൻ, പുള്ളിക്കും ഇതായിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ ഒക്കെ ചെയ്ത് അങ്ങനെയല്ലേ പോയത് ആള്. അല്ല, അച്ഛൻ എന്തായിരുന്നു അസുഖം? ഇത് നീ പറഞ്ഞായിരുന്നു. ഇതിന് ഓപ്പറേഷന്റെ കാര്യമൊന്നുമില്ല. ഇത് നമ്മൾ മരുന്ന് കഴിച്ചിട്ട് റെസ്റ്റ് എടുത്തിട്ട് കുറെ കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചാൽ നമുക്ക് മാറ്റാവുന്നതേ ഉള്ളൂ. ചൊറിച്ചിലുണ്ടാവും. അല്ല ഡോക്ടർ, ഇത് അപ്പൊ എന്താണ് ഇത് അസുഖം? എന്താണ് ഇത്? ഹെപ്പറ്റൈറ്റിസ് എ എന്ന് പറഞ്ഞാൽ മഞ്ഞപ്പിത്തത്തിന്റെ അസുഖമാണ്. മഞ്ഞപ്പിത്തം. ഇപ്പൊ നമുക്ക് സുധിക്ക് അളവ് കൂടുതലായിട്ടാണ് കാണുന്നത്. അതെ, നിങ്ങൾ ഈ പുറത്ത് പണിക്കൊക്കെ പോകുമ്പോ അവിടുന്ന് വെള്ളമൊക്കെ വാങ്ങി കുടിക്കാറുണ്ടോ? പുറത്തുനിന്ന് ഒരു സാധനം അങ്ങനെ കഴിക്കില്ല. അപ്പൊ വീട്ടിലെ വെള്ളത്തിൽ നിന്നായിരിക്കും. വീട്ടിൽ പൈപ്പ് വെള്ളമാണോ കിണർ വെള്ളമാണോ? കിണർ വെള്ളമാണോ? അത് തന്നെയാണ് ഞാനും കുടിക്കണേ. എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. അത് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല. ലിവറൊക്കെ ഇത്തിരി വീക്കായിട്ടിരിക്കണവർക്ക് പെട്ടെന്ന് കയറി പിടിക്കും. എങ്ങനെയാണ് വെള്ളം അടിക്കും? ഇടയ്ക്കൊക്കെ വെള്ളം കുടിക്കും. ഇനി വെള്ളം അടിക്കരുത് ഒട്ടും. പൂർണ്ണമായിട്ടും റെസ്റ്റ് എടുക്കണം കേട്ടാ. പിന്നെ വീട്ടിലെ കിണർ വെള്ളത്തിന്റെ ഇതൊന്ന് പരിശോധിക്കണം നമുക്ക്. അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം. അല്ല ഡോക്ടറെ, അത് ഞങ്ങൾ ഇങ്ങനെ തേകാറൊക്കെ ഉണ്ട്. ഇപ്പൊ നമ്മളല്ലേ അച്ഛനുള്ളപ്പോ തേകിയതല്ലേ? ഒരു 7 വർഷമൊക്കെ ഉണ്ടാവും. തേകി അച്ഛൻ മരിച്ചു പോയില്ലേ? അപ്പൊ 7 വർഷമൊക്കെ കഴിഞ്ഞ് ഒന്നും കൂടി പരിശോധിക്കണം. നമ്മൾ കുടിക്കണ വെള്ളമല്ലേ, അത് ലാബിൽ കൊടുത്തിട്ട് ആദ്യം ഒന്ന് പരിശോധിക്കും. അത് ശുദ്ധമാണെങ്കിൽ അത് തന്നെ ഉപയോഗിച്ചോ. അത് മലിനമാണെങ്കിൽ നമുക്കതൊന്ന് ശുദ്ധീകരിക്കണം. പിന്നെ തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. അപ്പൊ ഈ വെള്ളം കൊണ്ടുപോയിട്ട് ടെസ്റ്റ് ചെയ്യണോ അല്ലേ? വെള്ളം പൂർണ്ണമായിട്ടും ടെസ്റ്റ് ചെയ്യണോ ആദ്യം തന്നെ. ഇപ്പൊ വന്നത് നമുക്ക് ട്രീറ്റ് ചെയ്യാം. പിന്നെ കൂടുതൽ ആളുകളിലേക്ക് പകരണ തടയാലോ നമുക്ക്. വെള്ളം മലിനമാണെങ്കിൽ വരാൻ സാധ്യത കൂടുതലാണ്. ഹലോ, കേൾക്കുന്നില്ല, പറ, ഉറക്കെ പറ. അതെ, ഗവൺമെന്റ് ജലപരിശോധന ലാബ് തന്നെയാണിത്. എന്താ വേണ്ടേ? പരിശോധന കൊടുത്തിട്ടുണ്ടാ? എത്ര നമ്പർ? 18-25 അല്ലേ? ഒരു മിനിറ്റ് സ്വരൂപേ, ആ 18-25 റിസൾട്ട് ആയിട്ടുണ്ടോക്കെ നോക്കെ. ഹലോ, നിങ്ങൾ എപ്പാ കൊടുത്തത് ഇവിടെ വെള്ളം? അത് ശരി, 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്കിട്ടാ. അത്ര വേഗം കിട്ടുവാ? 2 ദിവസം കഴിഞ്ഞിട്ട് വിളിക്ക്. എന്റെ പൊന്നു സാറേ, ഈ വിളിക്കുന്നവരോടൊക്കെ ഫോണിൽ ഇവിടെ നിന്ന് റിപ്പോർട്ട് കഴിഞ്ഞാൽ ഫോണിൽ മെസ്സേജ് വരുന്നങ്ങ് പറഞ്ഞാൽ പോരെ? അത് പറഞ്ഞാൽ അവർ വിളിക്കാണ്ടിരിക്കൂല. അവർ വിളിച്ചുകൊണ്ടിരിക്കും. കൊടുത്ത നേരം മുതൽ വിളിക്കാൻ തുടങ്ങും. അതൊന്നല്ല, അതിന് ഒരു ഇതെല്ലാം ഒരു ഇതാണ് ആളുകളുടെ കൊടുത്തപാട് നിങ്ങൾ ആവുന്നില്ലതാണ്. എന്നാ ഇവിടുത്തെ സത്യാവസ്ഥ അവിടെ ഇവിടെ ആവശ്യത്തിന് ഉദ്യോഗസ്ഥർ ഇല്ലാത്തോണ്ടല്ലേ? എന്താ പേര്? പേര് ദശമൂല കടത്ര എന്ന് അങ്ങോട്ട് എഴുതിയേക്കണ. അതിന്റെ മോൾ നിന്റെ പേരല്ല, നിങ്ങളുടെ പേര്? എന്റെ പേര് കോയാന്നാണ്. തലേക്കുത്ത് കോയാന്നാണ് നാട്ടുകാര് വിളിക്കലേ. അവർക്കൊരു രസമാണ് ഇപ്പൊ. ഇതിപ്പോ എന്താ വെച്ചാലേ, ഭാര്യ കഴിച്ചായിരുന്ന മരുന്നിന്റെ കുപ്പി. അപ്പൊ അതിൽ വെള്ളാക്കിട്ട് വന്നാണ്.
ഇപ്പൊ ഈ ഇതുണ്ടല്ലോ ഹോമിയോ മരുന്ന് അതൊക്കെ കഴിച്ച് ആ കാര്യമൊന്നുമില്ല. പിന്നെ ഇപ്പൊ ഈ ആയുർവേദ മരുന്നൊക്കെ കഴിച്ച് അപ്പൊ അലോപ്പതി കഴിക്കണേറ്റ് മുമ്പേ ഇങ്ങളിലൊന്ന് വന്ന് കാണാൻ വിചാരിച്ച് അതപ്പൊ അങ്ങോട്ട് വന്നേ. ഇവിടെ ചികിത്സയില്ല, ഇവിടെ വെള്ളം പരിശോധിക്കുന്ന സ്ഥലമാണ്. അതന്നെ അതെന്താ വെച്ചാ എന്റെ പെണ്ണൊരുത്തി ഇപ്പൊ പറഞ്ഞേ 2 ദിവസം മുമ്പ് വെള്ളത്തിന് കിണറ്റിലെ വെള്ളത്തിന് വല്ലാത്തൊരു ദുർഗന്ധം ഒരു മണം മരിക്കേ ഒരു പൊട്ട മണം അപ്പൊ അതെന്താന്നൊരു പിടുത്തല്ലോ. അപ്പൊ ഞാന് നമ്മുടെ ഒരു സിൽബന്തി ഉണ്ട് ഉസ്മാൻ എന്ന് പറഞ്ഞിട്ടേ മൂപ്പരടുത്ത് ഞാൻ കൊണ്ടുപോയിട്ട് ഒരു ചരടൊക്കെ മന്ത്രിച്ചു ഒന്ന് കെട്ടി. കിണറിനെയാ കെട്ടി? ഇല്ല, ഞാൻ 34 വയറിന് സുഖമില്ലാത്ത പെണ്ണൊരുത്തിക്കേ. അപ്പൊ അതില് കാര്യം ഉണ്ടായില്ല. അപ്പൊ എന്താ വെച്ചാല് ഞാനിപ്പോ മൂപ്പര് കഴിച്ചായിരുന്ന മരുന്നാണ് ഇപ്പൊ ഇത്, ആ മരുന്നിന്റെ കുപ്പിയാ. അപ്പൊ അതില് ഞാൻ ഇത്തിരി വെള്ളം എടുത്തിട്ട് ഇങ്ങോട്ട് പോരെ ഇത് പരിശോധിക്കാൻ ഇവിടെ ഒന്ന് കൊണ്ടുവച്ചിട്ട്. ഇത് എപ്പം വെള്ളം എടുത്തത്? ഇത് കഴിഞ്ഞ ആഴ്ച എടുത്താണ്. പിന്നെ വരാൻ നേരം ഉണ്ടായില്ല, ഒരു കല്യാണത്തിനൊക്കെ പോകണ്ടേ. അങ്ങനെ പറ്റൂല. ഇത് ഈ വെള്ളം എടുത്ത് 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തണം. എന്താ 6 മണിക്കൂറിൽ എത്തിയില്ലെങ്കിൽ വെള്ളം മയ്യത്താകുമോ? അല്ല, ഈ വെള്ളത്തിന് ഒരു ചൂടുണ്ട്, അത് 6 മണിക്കൂറിനുള്ളിൽ എത്തിയാൽ അത് പരിശോധിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടോ? അങ്ങനെയുണ്ട്. ആഹാ, അത് ശരി. അതെന്തപ്പോ അങ്ങനെ? അത് അതിന് എന്നാലും അതിന്റെ നമ്മൾ അതിലെന്താ ദോഷം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. എന്ത് ദോഷം ഇപ്പൊ കിണറ്റിലെ വെള്ളത്തിന്? അണുബാധ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അണുബാധ ഒന്നും ഉണ്ടാവില്ല. ഇതിപ്പോ ഈ ഇതുണ്ടല്ലോ നമ്മുടെ ഈ അരിഷ്ടം ഒഴിച്ചു വെച്ചായിരുന്ന കുപ്പി എന്റെ പെണ്ണൂർത്തി കഴിച്ചായിരുന്നേ, അതിന്റെ കയ്പ് സഹിക്കാൻ പറ്റാണ്ട് അണുബാധൊക്കെ എപ്പോ മയ്യത്തായി ഉണ്ടാവും എന്ന് പറയും. ഇങ്ങനത്തെ കുപ്പിയിലൊന്നും കൊണ്ടുവന്നാ പോരാ, കുറച്ചും കൂടി പ്യൂർ ആയിട്ടുള്ള കുപ്പി കൊണ്ടുവരും. ഇതുപോലെ കള്ളിന്റെയും കുഴമ്പിന്റെയും കുപ്പിയിലൊന്നും കൊണ്ടുവരാ. കള്ളൊന്നല്ലോ ചങ്ങായി, മരുന്നല്ലേ അത് അരിഷ്ടം പറഞ്ഞ മരുന്നാണ്. എങ്ങനെ കള്ളാവണ? അണുമുക്ത ആയിട്ടുള്ളൊരു കുപ്പി ആയിരിക്കണം. അതിൽ 100 മില്യം വെള്ളം വേണം. ഈ 6 മണിക്കൂറിനുള്ളിൽ 2500 രൂപയുടെ ഫീസും അടക്കണം. എന്താ നിങ്ങൾ ഈ പറഞ്ഞ 2500 രൂപയൊക്കെ ഫീസ് എന്ന് പറഞ്ഞ? ഇന്റെ ശരീരത്തിൽ നിന്ന് രക്തം കുത്തിയെടുത്തിട്ട് കൊളസ്ട്രോള്, ഷുഗർ, പ്രഷർ ഒക്കെ പാടെ പരിശോധിച്ചിട്ട് 500 രൂപ ആയിട്ടില്ല. പിന്നെ ഇപ്പൊ ഈ ഒരു തുള്ളി വെള്ളം പരിശോധിക്കാൻ നിങ്ങൾക്ക് 2500 കാരണം പറഞ്ഞാലേ എവിടുത്തെ കഥ? പ്രൊസീജിയർ ഉണ്ട് നിങ്ങൾക്കറിയോ? ഇതിനകത്ത് ഫിസിക്കൽ ടെസ്റ്റ് നടത്തണം, കെമിക്കൽ ടെസ്റ്റ് നടത്തണം, ബാക്ടീരിയോളജിക്കൽ ടെസ്റ്റ് നടത്തണം. പോരാത്തതിന് 26 രാസജൈവ മൂലകങ്ങൾ ഉണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പൊ അതിനൊക്കെ കൂടിയിട്ടാണ് ഈ 2500 രൂപ. അത് മാത്രല്ല, നിങ്ങളുടെ കിണറിലെ വെള്ളത്തിൽ ബാക്ടീരിയ ഉണ്ടോന്ന് മനസ്സിലാവും. അതുപോലെ pHന്റെ കാഠിന്യം ഉണ്ടോന്ന് അതും മനസ്സിലാവും. മറ്റേ TDSന്റെ അധികം ഉണ്ടോന്നും അതും മനസ്സിലാവും. അതിനൊക്കെ ടെസ്റ്റ് ചെയ്യാനാണ് ഈ പൈസ. അതെ, ഈ വക ഹലാക്കൊന്നും ഇപ്പൊ ഇൻഡോർത്തെ വെള്ളത്തിന്റെ ഇല്ല. ഉള്ള കാര്യം ഞാൻ അങ്ങോട്ട് പറയാമല്ലോ. 1 തരം കിണർ വെള്ളം തന്നെ അത്. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ മുറ്റൊക്കെ അടിക്കുമ്പോ വല്ല കരിയിലൊക്കെ അപ്പൊ അതിൽ വീണുണ്ടെങ്കിൽ ആയി, അത്ര തന്നെ ഉള്ളു. പിന്നെ ഒരു പിച്ചളയുടെ മൊന്ത അതിലേക്ക് വീണായിരുന്നു കുറെ നാൾ മുമ്പേ, അതന്നെ ആ കിണറ്റിലുള്ളു. അല്ലാണ്ട് വേറെ നിങ്ങളിപ്പോ ഈ പറഞ്ഞ ഒരു സംഗതി ഇപ്പൊ അതില് ഒന്നുമില്ല. നിങ്ങളിപ്പോ ഈ പറഞ്ഞ ആദ്യം ഒരു നല്ല 1 തരം ഒരു പുതിയ കുപ്പിയില് നിങ്ങൾ ഈ പറഞ്ഞ അളവിൽ ഇപ്പൊ വെള്ളമൊക്കെ ഞാൻ കൊണ്ടുവരാം. പക്ഷെ ഈ കായ് ഒന്ന് കുറക്കണം. അത് ഞങ്ങൾക്ക് കുറക്കാൻ പറ്റൂല. സർക്കാർ തീരുമാനിക്കുന്ന വിലയല്ലേ നമ്മൾ പറയുന്നേ. എന്ത് തീരുമാനം? സർക്കാർ എന്താ ആൾക്കാരുടെ വെള്ളം കൂടി മുട്ടിക്കാൻ വേണ്ടിട്ട് ഇരിക്കുക? അങ്ങനെ അങ്ങോട്ട് 2500 എന്ന് പറഞ്ഞാൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് എടുത്ത് തരാൻ പറ്റുന്നത് ഒരു തുള്ളി വെള്ളം പരിശോധിക്കാന്? ഏടോ തേങ്ങ നിങ്ങൾക്ക് പറ്റൂച്ചെങ്കിൽ ചെയ്യാൻ പറഞ്ഞൊക്കെ ചെയ്യാൻ ഒരു അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരും. ഉണ്ടോ? നടക്കോ? എന്ത് രേഖ ചെങ്ങായിയോളെ? നിങ്ങൾക്ക് ഇപ്പൊ ഇത് ചെയ്യാൻ പറ്റില്ല അത് പറയുന്നല്ല. നിങ്ങൾ നിങ്ങളുടെ സർക്കാർ പറഞ്ഞു കേട്ടോ അവിടെ കുത്തിയിരുന്നാളി എനിക്ക് പരിശോധിക്കണ്ട. അപ്പൊ അത് എന്തപ്പോ അത് ഒരു തുള്ളി വെള്ളം പരിശോധിക്കാൻ 2500 രൂപ തരണമെന്ന് പറഞ്ഞാല് ഇത് വേറെ സ്ഥലം കിട്ടുമോ? ഞാൻ നോക്കിയോട്ടെ. ആൾക്കാരുടെ രക്തം പരിശോധിക്കണോടത്ത് ഇത്ര കായില്ലാന്ന്. ഇത് പൈക്ക് അവിടെ കൊണ്ടുപോയി കൊടുക്കാറിയാണ്ടോന്നല്ല. ഞാൻ ഇപ്പൊ ഇങ്ങനെ ഒരു സ്ഥലം പറഞ്ഞപ്പോ ഇങ്ങോട്ട് വന്നാണ്. ഞാൻ പോണോടത്ത് തന്നെ പോയി നോക്കട്ടെ. എന്താ നിങ്ങളുടെ ഇപ്പൊ ഈ 2500 രൂപ വീടി വാശി പിടിച്ചിരിക്കാച്ചാല് നിങ്ങൾ അവിടെ ഇരുന്നോളി നിങ്ങളുടെ സർക്കാരും. അല്ല പിന്നെ എന്തിനാ സാർ ഇത്ര എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കുന്നേ? ആ 2500 ആവുന്നതാണ് അയാൾ നേരത്തെ അങ്ങ് പോകില്ലായിരുന്നോ? സാധാരണക്കാരോട് പിന്നെ അത് പറയണ്ട. നീ എന്നെ പഠിപ്പിക്കാൻ ഈ സാധാരണ കൊണ്ട് പറഞ്ഞിട്ടല്ലേ ഈ സാധാരണക്കാരന്റെ വാലിരിക്കുന്നൊക്കെ കേൾക്കുന്നത്? നല്ല രസമല്ല. നീ എന്നെ പഠിപ്പിക്കാനാ? എന്റെ പൊന്ന് സാറെ പഠിപ്പിക്കാൻ വന്നില്ല. കൊല്ലങ്ങളായിട്ട് ഞാനിങ്ങനെ ആവശ്യത്തിന് കൊടുക്കില്ല. ഫോൺ വിളിച്ചപ്പോ നേരത്തെ ആവശ്യമില്ലാത്ത കാര്യം കേട്ടില്ല. ഇപ്പൊ അയാളെയൊന്നും കേട്ടില്ല. നിങ്ങൾക്ക് പലതും കേൾക്കാം, എനിക്ക് കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. എപ്പോ നോക്കിയാലും ഒരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ട്. നല്ല ആളുടെ ഫോൺ വരുന്നു, എടുക്ക്, വിളിച്ചു പറ. ഇവിടെ ഇല്ല, മറ്റേത് ചെയ്യണം, മറിച്ച് ചെയ്യണം എന്നൊക്കെ. അതിനെല്ലാം ഇരിക്കുന്നോ? അതെ,
ഒരു 250 പറ്റോ? 250 ഏ പറ്റൂല പറഞ്ഞില്ലേ? ഇതെന്ത് മത്തിക്ക് വില പറയാ പറയും? 300 രൂപ പറ്റോ? പറ്റൂല. 400. 2500 തേച്ചും കിട്ടണം. ഒരു 500 പറ്റോ? പറ്റൂല എന്ന് പറഞ്ഞില്ലേ? പറ്റില്ല നിങ്ങളുടെ കാര്യം. ആ പിന്നെ തിന്ന്. അത് ഫോണിലല്ല, അയാൾ അവിടെ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞിട്ട് പോയതാ. അയാളാ ഫോണിൽ പിന്നെ വിളിച്ചു? അവന് വേറെ ആരെങ്കിലും വിളിച്ചതാ, ബോധമൊന്നുമില്ല. ഹലോ ഹലോ. ആ എന്തേ? അതെയാ. മറിമായത്തിൻ്റെ ആരംഭം മുതൽ ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡുകളും നിങ്ങൾക്ക് മനോരമ മാക്സിലൂടെ ഫ്രീ ആയിട്ട് കാണാം. അപ്പോൾ കാണാൻ മറക്കണ്ട. ചിരിക്കാം, ചിന്തിക്കാം. മറിമായം.